ഇന്ന് നമ്മൾ കൊല്ലത്തിന്റെ വീട്ടിലോട്ട് പോവാണ്. ഇവിടെ ഒരാൾ സൈഡ് സീറ്റ് കൊടുക്കാത്തത് പ്രതിഷേധിച്ച് മാറിപ്പോയിരിക്കുന്നുണ്ട്. നാളെ എനിക്കൊരു PSC എക്സാം ഉണ്ട്. കൊല്ലമാണ് സെന്റർ കിട്ടിയേക്കുന്നത്. ഞങ്ങൾ മാടനട വന്നിറങ്ങിയപ്പോഴത്തേക്ക് ഒരു മൈനാട് ബസ് അങ്ങ് പാസ് ചെയ്തു പോയി. അപ്പൊ ഇനി അടുത്തത് വരാൻ കുറച്ച് ടൈം അപ്പോഴത്തേക്ക് ഞങ്ങൾ ഒരു കോഫി കുടിക്കാൻ കയറി. 3-4 ബസ് കയറി ഇറങ്ങി വന്നതല്ലേ, അതിന്റെ ക്ഷീണം. അങ്ങനെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ സ്നോബിയുടെ സ്ഥിരം സ്നേഹപ്രകടനങ്ങൾ, പിന്നെ നേരെ പോയി കുളിച്ചു. ഇനി നമ്മുടെ വഞ്ചിക്കോൽ അമ്പലത്തിൽ ഉത്സവം തുടങ്ങുകയാണ്. നമ്മുടെ നാട്ടിലുള്ള അമ്പലങ്ങളിൽ ഉത്സവം തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും നമുക്ക് അവിടെ സമാധാനമായിട്ട് നിൽക്കാൻ പറ്റുമോ? പക്ഷേ ഇത് ഞാൻ യാദൃച്ഛികമായിട്ട് വന്നതാണ്. എക്സാം എഴുതാൻ എന്തായാലും വരണമല്ലോ, പിന്നെ 2-3 ദിവസം അവധിയും കൂടി ഉണ്ട്. പിന്നെ ഈ കുപ്പിവള പ്രാന്ത് എനിക്ക് തുടങ്ങിയിട്ട് കുറേ നാളുകളായി. കാണുമ്പോൾ എല്ലാം ഞാൻ കുറേ കുപ്പിവളകൾ ഇങ്ങനെ വാങ്ങിച്ച് കൂട്ടി വെച്ചിട്ട് പെയർ ചെയ്യാൻ ഡ്രസ്സ് ഇല്ല എന്നുള്ളതായിരുന്നു. കാരണം ഈ റീസെന്റ് ഞാൻ സ്റ്റിച്ച് ചെയ്തതെല്ലാം ഫുൾ സ്ലീവ് ഉള്ള ഡ്രസ്സാണ്. അങ്ങനെ കാത്തിരുന്ന് എനിക്ക് കുപ്പിവള ഇടാൻ പറ്റിയൊരു ഡ്രസ്സ്. വലത്തെ കയ്യിൽ വള ഇടാൻ കുറച്ച് പാടാണ്. ഞാൻ ലോഷനൊക്കെ തേച്ചിട്ടാണ് ഇട്ടത്. അങ്ങനെ നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഈ ഡ്രസ്സ് എന്റെ വീഡിയോസ് മുതലേ കാണുന്നവർക്ക് അറിയാവുന്ന ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ച സാരി കൊണ്ട് നമ്മൾ ചെയ്ത ഔട്ട്ഫിറ്റ്. അപ്പൊ ഇത് ഞാൻ ആദ്യമായിട്ടാണ് പുറത്തോട്ട് പോകാനായിട്ട് ഇടുന്നത്. ഇനി നമുക്ക് അപ്പുറത്ത് പോയി അല്ലൂസിനെ എടുത്തോണ്ട് വേണം പോവാൻ. അപ്പൊ ഞങ്ങൾ പോയിട്ട് വരാവേ. ടാറ്റാ, ഓക്കെ, ബൈ.